എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 4 ശ്ലോകം 28, 29, 30, 31, 32 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ അംബരീഷ മഹാരാജാവിന്റെ അത്രയും ഭഗവാനോടുള്ള ആ പ്രേമഭക്തി, കളങ്കമായ ഭക്തി, ഇപ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ മാത്രം മനസ്സ് അർപ്പിച്ചുകൊണ്ട് ആ രാജഭരണം നടത്തണം. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഭഗവാന് അദ്ദേഹത്തിന്റെ ഭക്തി കണ്ട് പരമസന്തുഷ്ടനായിട്ട് ഭഗവാന്റെ ആ സുദർശന ചക്രം തന്നെ ആ മഹാരാജാവിന്റെ രക്ഷയ്ക്കായിട്ട് ഞങ്ങൾ നൽകുകയാണ്. സുദർശന ചക്രം എപ്പോഴും രാജാവിന്റെ സമീപത്തുണ്ടാവും. അങ്ങനെ വേറൊരു ഭക്തനും ഭഗവാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. ഇത്രയും സന്തോഷമായിട്ട് ഭഗവാൻ കൊടുത്തിരിക്കുകയാണ്. സുദർശന ചക്രം തന്നെ അംബരീഷ മഹാരാജാവിന് നൽകി. രാജാവ് അത് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, ഭഗവാന്റെ കാരുണ്യം അതാണ്. ശുക്ലാം പരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 28. തസ്മാ അദാത് ഹരിശ്ചക്രം പ്രത്യനേകഭയാവഹം ഏകാന്തഭക്തിഭാവേന പ്രീതോ ഭൃത്യാഭിരക്ഷണം. ഏകാന്ത ഭക്തിഭാവേന, ഏകാന്ത ഭക്തിഭാവത്താൽ പ്രീത ഹരി, പ്രസന്നനായ ഭഗവാൻ, ഭൃത്യാഭിരക്ഷണം, ഭൃത്യന്മാരെ എങ്ങും രക്ഷിക്കുന്നതും, പ്രത്യനേക ഭയാവഹം, ശത്രു സൈന്യത്തിന് ഭയത്തെ ജനിപ്പിക്കുന്നതുമായ ചക്രം, ചക്രത്തെ തസ്മൈ, അദ്ദേഹത്തിനായിക്കൊണ്ട് ദാനം ചെയ്തു. ഇങ്ങനെ സർവത്ര വിരക്തനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ധർമ്മമായ ആ പ്രജാപരിപാലനാദി വ്യാപാരം എങ്ങനെ സാധിക്കും എന്നുള്ള ആ ശങ്ക പരിഹരിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം വിരക്തനായിട്ടും ആ പരിപാലനം, ആ രാജ്യരക്ഷ, രാജ്യഭരണം എങ്ങനെ അദ്ദേഹം ഇത്ര മനോഹരമായിട്ട് വേണ്ട പോലെ നിർവഹിക്കണത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും ഒരു സംശയം. അതാ ഭഗവാൻ തന്നെ അതാണ് യാതൊന്നിനെയും ആഗ്രഹിക്കാതെ പരമപ്രേമ ലക്ഷണയായ ആ ഭക്തിയെ വഹിച്ചിരിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് പരമസന്തുഷ്ടനായ ശ്രീഹരി തന്റെ ഭൃത്യന്മാരെ സർവ സങ്കടങ്ങളിൽ നിന്നും രക്ഷിക്കാനും ശത്രുക്കളെ നിശേഷം നശിപ്പിക്കാനും സമർത്ഥമായിരിക്കുന്ന തന്റെ ചക്രം, ആ സുദർശന ചക്രം രാജാവിനായിക്കൊണ്ട് നൽകി. ഇതാണ്. അപ്പോ ആ സുദർശന ചക്രം അവിടെ വേണ്ട പോലെ എല്ലാം ചെയ്തോളൂ. ശത്രുക്കളുടെ അപഹാരങ്ങൾ ഒന്നും ഉണ്ടാവില്ല. എല്ലാം അനുകൂലമായിട്ട് മഹാരാജാവിന് വേണ്ട പോലെ ചെയ്യാൻ സാധിക്കും. അതാണ്. അതുകൊണ്ട് ആ ക്ഷത്രിയ ധർമ്മം പരിപാലിക്കാൻ അദ്ദേഹത്തിന് സ്വന്തം പ്രയത്നമൊന്നും വേണ്ടി വന്നില്ല. സർവാത്മനാ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ഏകാന്ത ഭക്തന്മാരെ ഭഗവാൻ തന്നെ രക്ഷിക്കും. അതാണ് അതിന്റെ അർത്ഥം. ആരിരാധയിഷു കൃഷ്ണം മഹിഷ്യാ തുല്യശീലയാ യുക്ത സാംവത്സരം വീരോ ദധാര ദ്വാദശീവ്രതം. തുല്യശീലയാ മഹിഷ്യ, തുല്യ സ്വഭാവമുള്ള മഹാരാജ്ഞിയോട് യുക്ത ചേർന്നവനായിട്ട് കൃഷ്ണം, കൃഷ്ണനെ, ആര്യരാധയേഷു ആരാധിപ്പാൻ ആഗ്രഹിക്കുന്ന വീരൻ, സാംവത്സരം ദ്വാദശീവ്രതം, ഒരു സംവത്സരം കൊണ്ട് പൂർത്തി വരുത്തുന്നതായ ദ്വാദശി വ്രതത്തെ ദധാര ധരിച്ചു. ഭഗവാന്റെ ആ സുദർശന ചക്രത്തിന്റെ പ്രഭാവത്തെ പ്രകാശിപ്പിക്കുന്നതിനായിട്ട് അംബരീഷ മഹാരാജാവിന് ബ്രാഹ്മണ ശാപം, ദുർവാസാവ് ശപിച്ചിട്ടും അംബരീഷനെ അത് സ്പർശിച്ചേയില്ല മഹാരാജാവിനെ എന്ന് പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെ ഒന്നും കൂടി വിസ്തരിച്ചു പറയാണ്. ഇന്ദ്രിയങ്ങളാകുന്ന സഹജ ശത്രുക്കളെ, ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളെ അല്ലേ, അത് ആ ശത്രുക്കളെയൊക്കെ അടക്കിയിരിക്കുന്ന മഹാവീരനായ അംബരീഷ മഹാരാജാവിന്റെ പത്നി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പത്നി ഭഗവത് ഭക്തയായിരിക്കുന്ന
ആ ഭാര്യ. അത്രയും ഗുണശീലവതിയാണ്. അതുപോലെ തന്നെ മഹാരാജാവിന്റെ പോലെ തന്നെ ഭക്തയാണെന്നാ പറയണത് അദ്ദേഹത്തിന്റെ പത്നി. അങ്ങനെ അവര് രണ്ടുപേരും കൂടി പത്നിയോട് കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരു സംവത്സരം കൊണ്ട് പൂർത്തി വരുത്തുന്ന ദ്വാദശി വ്രതം അനുഷ്ഠിക്കുകയാണ്. രണ്ടുപേരും കൂടി തീരുമാനിച്ചു. വ്രതാന്തേ കാർത്തികേ മാസി ത്രിരാത്രം സമുപോഷിത സ്നാത കദാചിൽ കാളിന്ദ്യം ഹരിം മധുവനേർച്ചയിൽ. വ്രതാന്തേ കാർത്തികേ മാസി, വ്രതം അവസാനിക്കുന്ന കാർത്തിക മാസത്തില് ത്രിരാത്രം സമുപോഷിത, 3 രാത്രി ആഹാരമില്ലാത്തവനായിട്ട് കദാചിത് ഒരു ദിവസം കാളിന്ത്യം കാളിന്തിയിൽ സ്നാനം ചെയ്യാനായിട്ട് മധുവനത്തിൽ ഹരിയെ അർച്ചിച്ചു. ദശമി ദിവസം പകല് ഒരു നേരം ആഹാരം, ഏകാദശി നാളില് ശുദ്ധോപവാസം. അങ്ങനെയാണ് അവര് ആ ദ്വാദശി വ്രതം അനുഷ്ഠിച്ചത്. ദ്വാദശി നാളില് പകല് ഒരു നേരം മാത്രം ആഹാരം. ഇങ്ങനെ 3 രാത്രി ഊണ് ഉപേക്ഷിച്ചുകൊണ്ടാണ് വ്രതം ആചരിച്ചു വരുന്നത്. ഈ ക്രമം അനുസരിച്ച് വ്രതാവസാനമായ കാർത്തിക മാസത്തിലെ ഒരു ഏകാദശി വ്രതം കഴിഞ്ഞ് ദ്വാദശി നാളില് കാളിന്തി നദിയിൽ സ്നാനം ചെയ്ത ശേഷം മധുവനത്തിൽ പ്രവേശിച്ച് ശ്രീഹരിയെ ആരാധിച്ചു. രണ്ടുപേരും കൂടി മഹാഭിഷേക വിധിന സർവോപസ്കര സമ്പദ അഭിഷിച്ചാംബരാകൽപേ ഗന്ധമാല്യാർഹണാദിഭിः തൽഗതാന്തരഭാവേന പൂജയാമാസ കേശവം ബ്രാഹ്മണാംശ്ച മഹാഭാഗാൻ സിദ്ധാർത്ഥാനപി ഭക്തിത. 2 ശ്ലോകത്തിന്റെയും കൂടി അർത്ഥം ഒന്നിച്ചാണ് പറയുന്നത്. സർവോപസ്കര സമ്പദ, സർവങ്ങളായ ഉപകരണങ്ങളുടെ സമൃദ്ധിയോടുകൂടിയ മഹാഭിഷേക വിധി പ്രകാരം അഭിഷേകം ചെയ്തിട്ട് അംബരാകൽപ്പൈഹി, വസ്ത്രാഭരണങ്ങൾ കൊണ്ടും ഗന്ധമാല്യ അർഹണാദിഭി, ചന്ദനം, മാല്യം, അർഘ്യോദകം മുതലായവ കൊണ്ടും തൽഗതാന്തരഭാവേന, ഭഗവാനിൽ ഉറപ്പിച്ചിരിക്കുന്ന മനോഭാവത്തോടുകൂടി കേശവം ശ്രീഹരിയെ പൂജിച്ചു. മഹാഭാഗ്യവാന്മാരെയും സിദ്ധാർത്ഥാൻ സിദ്ധിച്ചിരിക്കുന്ന അർത്ഥത്തോടുകൂടിയവരുമായിരിക്കുന്ന ബ്രാഹ്മണരെയും ഭക്തിയുക്തനായിട്ട് പൂജിച്ചു. ചന്ദനം, പുഷ്പം മുതലായ ഉപകരണങ്ങള് അധികം ശേഖരിച്ച് നടത്തുന്ന ആ മഹാഭിഷേക വിധി പ്രകാരം അഭിഷേകം ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ഇത്രയും വിസ്തരിച്ചിട്ടാണ് പൂജ. അങ്ങനെ ഭഗവാനെ കേശവനെ അഭിഷേകം ചെയ്ത ശേഷം വസ്ത്രാലങ്കാരങ്ങള് വിഗ്രഹത്തിൽ ചാർത്തി അർഘ്യം, പാദ്യം, ആചമനീയം, ധൂപം, ദീപം മുതലായവ കൊണ്ട് ശ്രീഹരിയെ പൂജിച്ചു. മനസ്സിനെ ഹരിചരണ കമലങ്ങളിൽ തന്നെ ഉറപ്പിച്ചു. ഭഗവത് കാരുണ്യത്താൽ സർവാഭീഷ്ടങ്ങളും സാധിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നിന്മേലും ആഗ്രഹമില്ലാതിരിക്കുന്ന ബ്രാഹ്മണരെയും ഭക്തിപൂർവം പൂജിച്ചു. അതാണ് ഈ ബ്രാഹ്മണരും അങ്ങനെയാണ്. അവർക്ക് യാതൊന്നും വേണ്ട. യഥാർത്ഥ ബ്രാഹ്മണര്, ഉത്തമ ബ്രാഹ്മണര് അങ്ങനെയാണ്. അവർക്ക് ഭഗവാന്റെ കാരുണ്യം മാത്രം മതി. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണരെ പൂജിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് എല്ലാം സർവാഭീഷ്ടങ്ങളും സാധിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നും ഒരു ആഗ്രഹമില്ല. അങ്ങനെയുള്ള ബ്രാഹ്മണരെയും ഭക്തിപൂർവം പൂജിച്ചു എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.